നമസ്കാരം. കാർ ഇൻഫോ ചാനലിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ വിവിധ നിറങ്ങളിൽ പതിച്ചിരിക്കുന്ന റിഫ്ലക്ടറുകൾ അഥവാ റോഡ് സ്റ്റഡ്സ് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ റോഡ് സ്റ്റഡ്സിലെ നിറങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു, പ്രധാനമായും നമ്മുടെ റോഡുകളിൽ ഏതൊക്കെ തരം കളറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നാം സാധാരണയായി കണ്ടുവരുന്ന നിറങ്ങൾ ചുവപ്പ്, മഞ്ഞ, വെള്ള, ഈ 3 കളറുകളാണ് സാധാരണയായി നമ്മൾ സാധാരണ റോഡുകളിൽ കാണാറുള്ളത്. എന്നാൽ അടുത്തിടെയായി പച്ച നിറത്തിലുള്ള റോഡ് സ്റ്റഡ്സും നമ്മുടെ റോഡുകളിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടിട്ടുള്ളവർ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഏത് റോഡിലാണ് ഈ പച്ച നിറത്തിലുള്ള റോഡ് സ്റ്റഡ്സ് കണ്ടിട്ടുള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ദീർഘദൂര യാത്രകളിലോ സുപരിചിതമല്ലാത്ത റോഡുകളിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക്, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ ഈ റിഫ്ലക്ടറുകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. മുൻകാലങ്ങളിൽ ദേശീയപാതകളിൽ മാത്രമായിരുന്നു ഇത്തരം റിഫ്ലക്ടറുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിലെ റോഡ് നിലവാരം മെച്ചപ്പെട്ടതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് റോഡുകളിൽ പോലും ഇവ സ്ഥാപിച്ചിട്ടുണ്ട്. മഞ്ഞ റിഫ്ലക്ടറുകൾ നമ്മൾ കാണുന്നത് തുടർച്ചയായ വെള്ളവര ഉള്ള സ്ഥലങ്ങളിലാണ്. അതായത് റോഡിൻ്റെ മധ്യഭാഗത്ത് തുടർച്ചയായ വെള്ളവര, വളവുകളുള്ള റോഡുകളിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത തുടർച്ചയായ വെള്ളവരകളുള്ള റോഡുകളിലാണ് മഞ്ഞ റിഫ്ലക്ടറുകൾ സ്ഥാപിക്കുക. എന്നാൽ ചുവപ്പ് സ്റ്റഡുകൾ നമുക്ക് കാണാൻ സാധിക്കുക റോഡിൻ്റെ വശങ്ങളിലെ തുടർച്ചയായ വെള്ളവരയിലാണ്. റോഡിൻ്റെ മധ്യഭാഗത്തെ ഇടവിട്ടുള്ള വെള്ളവരകൾക്കിടയിൽ വെള്ള സ്റ്റഡുകളും നമുക്ക് കാണാൻ സാധിക്കും. ഇവ നമ്മൾ സാധാരണ കാണാറുള്ളതാണ്. എന്നാൽ പുതിയതായി വന്നിട്ടുള്ള പച്ച നിറത്തിലുള്ള സ്റ്റഡുകൾ, അവ പ്രധാന റോഡിൽ നിന്നും ഒരു ഇട റോഡിലേക്ക് തിരിയുന്ന സ്ഥലങ്ങളിൽ റോഡിൻ്റെ വശങ്ങളിലുള്ള കണ്ടിന്യൂസ് ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇടവിട്ടുള്ള ചെറിയ ലൈൻസ് വരും. അതിൻ്റെ ഇടയിലാണ് ഈ പച്ച നിറത്തിലുള്ള റിഫ്ലക്ടറുള്ള സ്റ്റഡുകൾ സ്ഥാപിക്കുന്നത്. റോഡിൻ്റെ വശങ്ങളിൽ പച്ച റിഫ്ലക്ടറുകൾ കണ്ടാൽ നമുക്കിനി മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഇട റോഡ് മെയിൻ റോഡിലേക്ക് വന്നു ചേരുന്നുണ്ട് എന്ന്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ റോഡ് മാർക്കിങ്സ് കാണാൻ സാധിക്കുക MC റോഡിലാണ്. റോഡിൻ്റെ മധ്യഭാഗത്തും വശങ്ങളിലും മാത്രമല്ല, റോഡിന് കുറുകെയും ചില സാഹചര്യങ്ങളിൽ റോഡ് സ്റ്റഡ്സ് കാണാറുണ്ട്. പ്രധാനമായും അപകട മേഖല എത്തുന്നതിന് മുമ്പും സീബ്ര ലൈൻ എത്തുന്നതിന് മുമ്പും അല്ലെങ്കിൽ സീബ്ര ലൈനിനോട് ചേർന്നും റൗണ്ട് അബൌട്ടുകൾ എത്തുന്നതിന് മുമ്പൊക്കെയാണ് ഇവ പ്രധാനമായും കാണാറ്. ഈ സ്റ്റഡ്സിൽ കയറുമ്പോൾ വാഹനത്തിന് ചെറിയ ഒരു ജർക്കിംഗ് ഉണ്ടാകുകയും ഡ്രൈവറുടെ ശ്രദ്ധ ക്ഷണിക്കുകയും അതുവഴി അപകടം ഒഴിവാക്കുകയുമാണ് ഇതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും രാത്രികാലങ്ങളിലെ ദീർഘദൂര യാത്രകളിൽ ഡ്രൈവർക്ക് ഉറക്കം വന്നേക്കാം. അത്തരം സാഹചര്യങ്ങളിൽ ഇത്തരം സ്റ്റഡ്സിൽ കയറുമ്പോൾ വണ്ടിക്കുണ്ടാകുന്ന ജർക്കിംഗ് ആ ഉറക്കത്തിൽ നിന്ന് ഒരു ഉണർത്തലാവും. കേരളത്തിൽ നമുക്ക് മലപ്പുറം ജില്ലയിലെ വട്ടപ്പാറ വളവിൽ ഇത്തരം റിഫ്ലക്ടറുകൾ റോഡിന് കുറുകെ സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു അപകട മേഖലയാണ്. കുത്തനെയുള്ള ഇറക്കവും വളവും ഒക്കെയുള്ള സ്ഥലമാണ്. റോഡ് മാർക്കിങ്സ് മനസ്സിലാക്കി ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒരു ഡ്രൈവിംഗ് സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.